ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് പരിപ്പ് മുരിങ്ങാക്കോൽ ഉണ്ടാക്കാവേ. അപ്പോൾ ആദ്യമേ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങാക്കോൽ ഇത്, പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് കടുക് പൊട്ടിക്കാനുള്ള വറ്റൽമുളകും ചുവന്നുള്ളിയും, പിന്നെ കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഈ വെളുത്തുള്ളി ചതച്ച് നമുക്ക് പരിപ്പിൻ്റെ കൂടിയിട്ട് വേവിക്കാനാണ്. അപ്പോൾ ഇതാദ്യം നമ്മൾ അളന്ന് ആണ് ഇത് എടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് ഇട്ടിട്ടുണ്ട്, 3 ഗ്ലാസ് വെള്ളം അതേ ഗ്ലാസ്സിൽ അളന്ന് നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ആണ് വേവിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇതൊരു 2 ഗ്ലാസ് കാണുമായിരിക്കും. 2 ഗ്ലാസ് പരിപ്പ് ഇട്ടിട്ടുണ്ടേൽ അതിന് അനുസരിച്ച് അത് ഇൻറ്റു 3 എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ പരിപ്പ് വേവിക്കാൻ നേരത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് വേവിക്കുക. അപ്പോൾ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരണം. ആദ്യത്തെ വിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ, ബാക്കി 2 വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ വേവിക്കാൻ. അപ്പോൾ ഞാൻ പരിപ്പ് വേഗം വേവിച്ചിട്ട് വരാം കേട്ടോ. പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയുണ്ട് കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കാവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, ഇതിന് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുരിങ്ങാക്കോൽ ഇടാം കേട്ടോ. മുരിങ്ങാക്കോൽ ഇടുന്നു. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയില്ലേ, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടായിരുന്നേ. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഇത് ശരിക്കും കഴുകി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ഇത്രയും മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം വേവിക്കണം. ഒരു വിസിലും കൂടി വരുന്ന വരെ നിങ്ങളൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് സെറ്റാവുമേ. അപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് പൊട്ടിച്ച് നമ്മളിതിലേക്ക് ആ കറി ഒഴിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, കറി സെറ്റാണ്. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ കടുക് ഇട്ടിട്ട് ഈ ചുവന്നുള്ളിയും മുളകും കൂടി ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ആ കറി എടുത്ത് ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ കറി സെറ്റാവും കേട്ടോ.